guys, welcome to our channel Sammy's Classroom. അപ്പോൾ നമ്മൾ ഇന്ന് ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ വിൻഡോസ് ഓഫ് നോളജിലെ എന്താണ് ഇയറിനെ പറ്റിയുള്ള സ്ട്രക്ചർ ഓഫ് ഇയർ ഒക്കെ പറഞ്ഞു. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്റേണൽ ഇയർ. പിന്നെ നമ്മുടെ ഇയറിംഗ് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്, നമ്മുടെ ബോഡിയുടെ ഇയർ ബാലൻസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. സോ നമ്മൾ ഇയറിനെ പറ്റിയും സ്ട്രക്ചർ ഓഫ് ഇയർ ഒക്കെ പറഞ്ഞു അല്ലേ. എക്സ്റ്റേണൽ ഇയർ ഉണ്ട്, മിഡിൽ ഇയർ ഉണ്ട്, ഇന്റേണൽ ഇയർ ഉണ്ട്. സോ അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം പറയാൻ പോണ ടോപ്പിക് ഹൗ ഡസ് ദ ഹിയറിംഗ് ഈസ് പോസിബിൾ. ഹിയറിംഗ് എങ്ങനെയാണ് നമുക്ക് എങ്ങനെയാണ് കേൾക്കാൻ പറ്റുന്നത്, ഹിയറിംഗ് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്. ഹിയറിംഗ് പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ പോയിന്റ് ഇതായിരുന്നു. അതായത് നമ്മുടെ ഇന്റേണൽ ഇയർ വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് എ ബോണി കേസ് കോൾഡ് ബോണി ലേബ്രൻ has membranous labyrinth between the bony labyrinth and internal ear അല്ലേ. അപ്പൊ ഇന്റേണൽ ഇയർ ഇരിക്കുന്നത് ഒരു ബോണി ലേബ്രിന്തിന്റെ അകത്താണ്. It is located inside a bony labyrinth and between the internal ear and the bony labyrinth there are so many membranous labyrinth. The fluid which is located inside the membranous labyrinth is known as the endolimb, and fluid which is located between the bony labyrinth and membranous labyrinth is the perilimb. അപ്പം ഇങ്ങനെ ഈ ഒരു കൺസെപ്റ്റ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ആണ് ഇന്റേണൽ ഇയറിനകത്തുള്ള കോക്ലിയ. കോക്ലിയ ഇസ് എ കോയിൽഡ് ട്യൂബ് ലൈക്ക് സ്നെയിൽ ഷെൽ. ഈ ഒച്ചിന്റെ ഒക്കെ ഷെല്ല് കണക്കിരിക്കുന്ന ഒരു കോയിൽഡ് ആയിട്ടുള്ള ചുറ്റി വെച്ചിരിക്കുന്ന ഒരു ഹെലിക്സ് ഷേപ്പിൽ വൂണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോയിലിന്റെ ഷേപ്പിലുള്ള ഒരു ട്യൂബ്, ഒരു കോയിൽഡ് ട്യൂബിനെയാണ് കോക്ലിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോക്ലിയായും നമ്മുടെ ഓഡിറ്ററി നെർവുമാണ് നമ്മുടെ ഹിയറിംഗിന് ഹെൽപ്പ് ചെയ്യുന്നത്. whereas the semicircular canals and vestibule and vestibular nerve helps in the ear balancing of our body. അപ്പൊ നമ്മുടെ ഇന്റേണൽ ഇയറിനകത്തുള്ള കോക്ലിയായും ഓഡിറ്ററി നെർവും ഹിയറിംഗിനെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ സെമിസർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂളും വെസ്റ്റിബുലാർ നെർവും നമ്മുടെ ബോഡി ബാലൻസ്, ഇയർ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ ഹൗ ഡസ് ദ കോക്ലിയ ഹെൽപ്സ് ഇൻ ഹിയറിംഗ് പോസിബിൾ. അപ്പം കോക്ലിയ എങ്ങനെയാണ് ഹിയറിംഗിനെ നമ്മൾ പോസിബിൾ ആക്കുന്നത്, കോക്ലിയ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് കേൾക്കാൻ പറ്റുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് കോക്ലിയയുടെ സ്ട്രക്ചറിനെ പറ്റി നമ്മൾ അറിയേണ്ട കാര്യമുണ്ട്. അപ്പം കോക്ലിയക്കകത്ത് രണ്ട് വിൻഡോസ് ഉണ്ട്. ഒന്നാമത്തത് ഒരു വിൻഡോ ഉണ്ട്, വേറൊരു വിൻഡോ ഉണ്ട്. രണ്ട് ഇങ്ങനെ ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ കോക്ലിയ അങ്ങ് തുടങ്ങുക, ഇങ്ങനെ വന്ന് ഇവിടെ കോക്ലിയ അവസാനിക്കും. ഇപ്പൊ ഇങ്ങനെ ഇരിക്കാന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ഷേപ്പ് അല്ല, മീൻസ് ടെക്സ്റ്റ് ബുക്കിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു ഫിഗർ ഉണ്ട്. അപ്പൊ ഇതുപോലെ രണ്ട് ഇവിടെ വിൻഡോസ് ഉണ്ട്. അപ്പൊ ആ രണ്ട് വിൻഡോസ്, ഒന്നാമത്തെ വിൻഡോ ആണ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ഓവൽ വിൻഡോ and the second one is round window. ഓവൽ വിൻഡോയും റൗണ്ട് വിൻഡോയും ഒക്കെ ഉണ്ട്. സോ എന്താണ് ഈ ഓവൽ വിൻഡോ? ഓവൽ വിൻഡോ എന്ന് വെച്ചാൽ നമ്മുടെ മിഡിൽ ഇയറിന്റെ സ്റ്റേപ്പിസുമായിട്ട്, ഞാൻ പറഞ്ഞു മിഡിൽ ഇയറിനകത്ത് മലയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞ 3 ബോൺസ് ഉണ്ട്. ആൻഡ് സ്റ്റേപ്പിസ് ഒരു കാർട്ടിലേജ് പോലത്തെ ഒരു സ്മോൾ ബോൺ ആണ്. അപ്പൊ ഈ സ്റ്റേപ്പിസുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മെമ്പറൈൻ ആണ് ഓവൽ വിൻഡോ. സോ ഓവൽ വിൻഡോ ഇസ് ദ മെമ്പറൈൻ വിച്ച് അറ്റാച്ച്ഡ് ടു ദ സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന മെമ്പറൈൻ ആണ് ഓവൽ വിൻഡോ. ഇനി വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഓവൽ വിൻഡോ? സ്പ്രെഡ് ദ വൈബ്രേഷൻ ഓഫ് ഇയർ ഓസിക്കിൾസ് ടു ദ ഇന്നർ ഇയർ. അപ്പൊ നമ്മൾ പറഞ്ഞു അത് നമ്മുടെ സൗണ്ട് വേവ്സിനെ റിസീവ് ചെയ്യും. ഈ സൗണ്ട് വേവ്സിനെ ഓഡിറ്ററി കനാൽ വരെ ടിംപാനത്തിൽ എത്തുമ്പോൾ ടിംപാന അവിടെ വൈബ്രേറ്റ് ചെയ്യും. ഈ വൈബ്രേഷൻ ഇയർ ഓസിക്കിൾസ് ആംപ്ലിഫൈ ചെയ്ത് വെക്കും വരെ നമ്മൾ പറഞ്ഞു. ഈ ഇയർ ഓസിക്കിൾസ് ആംപ്ലിഫൈ ചെയ്ത് വെക്കുന്ന, അതായത് അതിന്റെ ഫ്രീക്വൻസി കൂട്ടി വെക്കുന്ന ആ വൈബ്രേഷനെ ഇന്നർ ഇയറിലേക്ക് കൊണ്ടുപോകുന്ന ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ ഓവൽ വിൻഡോ വിച്ച് ഇറ്റ് അറ്റാച്ച് ടു ദ സ്റ്റേപ്പിസ്. അപ്പൊ സ്റ്റേപ്പിസുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഓവൽ വിൻഡോയുടെ ഫംഗ്ഷൻ എന്താണ്? ഈ ഇയർ ഓസിക്കിൾസിന്റെ വൈബ്രേഷനെ ഇന്നർ ഇയറിലേക്ക്, ഇന്റേണൽ ഇയറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഓവൽ വിൻഡോ ഇറ്റ്സ് ഇൻ അറ്റാച്ച് ടു ദ സ്റ്റേപ്പിസ്. സോ ഇറ്റ് ഈസ് ഓവൽ വിൻഡോ. ഇനി എന്താണ് റൗണ്ട് വിൻഡോ? റൗണ്ട് വിൻഡോ ആയിട്ട് ആരും അറ്റാച്ച്ഡ് അല്ല. റൗണ്ട് വിൻഡോയുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ കോക്ലിയക്കകത്തുള്ള ഫ്ലൂയിഡിന്റെ മൂവ്മെന്റിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഹെൽപ്സ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻസൈഡ് ദ കോക്ലിയ. കോക്ലിയക്കകത്ത് കുറച്ച് ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ട്, ലൈക്ക് എൻഡോലിയം എന്നൊക്കെ പറഞ്ഞാൽ കോക്ലിയക്കകത്തൊക്കെ ഉള്ള ഫ്ലൂയിഡ്സ് ആണ്. സോ അങ്ങനെയുള്ള പല പല ഫ്ലൂയിഡ്സിന്റെയും മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് റൗണ്ട് വിൻഡോ. അപ്പൊ റൗണ്ട് വിൻഡോ ഹെൽപ്സ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ്സ് ഇൻസൈഡ് ദ കോക്ലിയ. Then the cochlea has 3 chambers, upper chamber, middle chamber and lower chamber. അപ്പൊ 3 chambers ഉണ്ട് കോക്ലിയക്ക്. 3 ഇങ്ങനെ അറ കണക്കത്തെ 3 chambers ഉണ്ട് കോക്ലിയക്ക്. അപ്പം which are the chambers? The upper chamber, lower chamber and middle chamber. Okay. ഇനി
അപ്പൊ കോക്ലിയയുടെ സ്ട്രക്ചർ ഏകദേശം മനസ്സിലായി. ഇനിയാണ് നമ്മൾ കോക്ലിയ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഹിയറിംഗ് പോസിബിൾ ആകുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. സോ വി ഓൾറെഡി സെഡ് ദാറ്റ് കോക്ലിയ ഇസ് എ കോയിൽഡ് ട്യൂബ് ലൈക്ക് എ സ്നെയിൽ ഷെൽ, അല്ലെ? ഒരു സ്നെയിലിന്റെ ഷെല്ല് പോലെ ഒച്ചിന്റെ ഇങ്ങനെ ചുറ്റി ചുറ്റി ഹെലിക്സ് ഷേപ്പിൽ വൂണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോയിൽഡ് ട്യൂബിനെയാണ് നമ്മൾ കോക്ലിയ എന്ന് പറയുന്നത്. സോ കോക്ലിയ ഇറ്റ് ഇസ് എ കോയിൽഡ് ട്യൂബ് ലൈക്ക് എ സ്നെയിൽ ഷെൽ. ഇനി ഈ കോക്ലിയക്കായിട്ട് നമ്മൾ പറഞ്ഞു there are upper chamber, middle chamber and lower chamber and the sense. ഇനി ഞാൻ പറയുന്ന കാര്യം ക്ലിയർ ആയിട്ട് കേട്ടോണം, കുറച്ച് ഇതുള്ള കാര്യമാണ്. അതായത് സെൻസറി ഹെയർ സെൽസ്, അല്ലെ? കുറച്ച് സെൻസറി ഹെയർ സെൽസ് ഉണ്ട് which is present in the basilar membrane which separate the middle and lower chamber of the cochlea, act as the auditory receptor. അപ്പൊ നമ്മുടെ കണ്ണിനകത്ത് ഫോട്ടോ റിസെപ്റ്റർ ഉണ്ടായിരുന്നു, അല്ലേ? ചെവിക്കകത്ത് കേൾക്കണമെങ്കിൽ എന്ത് വേണം? ഓഡിറ്ററി റിസെപ്റ്റർ വേണം. നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ബിഗിനിങ് പാർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സോ അപ്പൊ ചെവിക്കകത്തുള്ള ഓഡിറ്ററി റിസെപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? ഓഡിറ്ററി റിസെപ്റ്റർ ആക്ട് ചെയ്യുന്ന ആരാണ്? The sensory hair cells which is present in the basilar membrane which separate the middle and the lower chamber of the cochlea. അതായത് കോക്ലിയക്കകത്ത് അപ്പർ ചേംബർ ഉണ്ട്, മിഡിൽ ചേംബർ ഉണ്ട്, ലോവർ ചേംബർ ഉണ്ട്. അപ്പൊ ഈ മിഡിൽ ചേംബറിന്റെയും ഇത് മിഡിൽ ചേംബർ ആയിട്ടും ഇത് ലോവർ ചേംബർ ആയിട്ടും ചുമ്മാ കൺസിഡർ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു മനസ്സിലാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ ഇത് മിഡിൽ ചേംബർ, ഇത് ലോവർ ചേംബർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ രണ്ട് ചേംബേഴ്സിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി there is a membrane called basilar membrane. ഈ മെമ്പറൈന്റെ പേരെന്താണ്? Basilar membrane. So what is basilar membrane? Basilar membrane is a membrane which is separate the middle and lower chambers of the cochlea. കോക്ലിയയുടെ മിഡിൽ ചേംബറിനെയും ലോവർ ചേംബറിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന മെമ്പറൈനസ് കവറിങ്ങിനെയാണ് നമ്മൾ ബേസിലാർ മെമ്പറൈൻ എന്ന് പറയുന്നത്. ഈ ബേസിലാർ മെമ്പറൈൻ്റെ അകത്ത് സെൻസറി ഹെയർ സെൽസ് ഉണ്ട്. കുറെ എന്തുണ്ട്? സെൻസറി ഹെയർ സെൽസ് ഉണ്ട്. സോ ഈ സെൻസറി ഹെയർ സെൽസ് ആണ് നമ്മുടെ ഇയറിനകത്തുള്ള ഓഡിറ്ററി റിസെപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. In the cochlea there are 3 types of chambers: upper chamber, middle chamber and lower chamber. There is a membrane called the basilar membrane which separate the middle and lower chambers of the cochlea. And the sensory hair cells which are present in the basilar membrane which separate the middle and lower chambers of the cochlea helps in act as the auditory receptor. അപ്പൊ ഈ സെൻസറി ഹെയർ സെൽസ്, അതായത് കോക്ലിയയുടെ മിഡിൽ ചേംബറിനെയും ലോവർ ചേംബറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ബേസിലാർ മെമ്പറിന്റെ അകത്തുള്ള സെൻസറി ഹെയർ സെൽസ് ആണ് ഓഡിറ്ററി റിസെപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ആ കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. So what is the auditory receptor? എന്താണ്? Sensory hair cells which are present in the basilar membrane which separate the middle and the lower chambers of the cochlea act as the auditory receptor. ഇനി ഈ ബേസിലാർ മെമ്പറൈനും സെൻസറി ഹെയർ സെൽസ് ഒരുമിച്ചാണ് അല്ലേ ഇരിക്കുന്നത്. അപ്പം ഈ ബേസിലാർ മെമ്പറൈനും സെൻസറി ഹെയർ സെൽസിനെ കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ഓർഗൻ ഓഫ് കോർട്ടി. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഓർഗൻ ഓഫ് കോർട്ടി. അപ്പം ഈ ബേസിലാർ മെമ്പറൈന് സെൻസറി ഹെയർ സെൽസ് ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നതിന് നമ്മൾ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയും. പിന്നെ നമ്മൾ പറയുമ്പോൾ ഓർഗൻ ഓഫ് കോർട്ടി എന്നേ പറയത്തുള്ളൂ. എന്താണ് ഈ ഓർഗൻ ഓഫ് കോർട്ടി? അതായത് the basilar membrane and the sensory hair cells constitute together to form the organ of corti. What is this basilar membrane? Basilar membrane is a membrane which separate the middle and lower chambers of the cochlea. What is the sensory hair cells? Sensory hair cells which are present in the basilar membrane which separate the middle and lower chambers of the cochlea act as the auditory receptor. What is the organ of corti? The basilar membrane and the sensory hair cells together constitute the organ of corti. That means basilar membrane plus sensory hair cells will gives you organ of corti. നമുക്കൊരു ഇക്വേഷന്റെ ഫോമിൽ നമുക്ക് എഴുതാം. സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ്. ഇതാണ് നമ്മുടെ ഓഡിറ്ററി റിസെപ്റ്റർ. ഇനി ഓർഗൻ ഓഫ് കോർട്ടി എന്നാന്ന് അറിയാം അല്ലേ? രണ്ടും കൂടി ചേർന്ന് ഇപ്പൊ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയത്തുള്ളൂ. സംഭവം മനസ്സിലായിരിക്കണം. ബേസിലാർ മെമ്പറൈനും സെൻസറി ഹെയർ സെൽസും കൂടെ ചേർന്നിരിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഹിയറിംഗ് പോസിബിൾ ആവുന്നത്? അതല്ലേ നമ്മുടെ ടോപ്പിക്. ഹിയറിംഗ് എങ്ങനെയാണ് നമുക്ക് പോസിബിൾ ആവുന്നത്? ഹിയറിംഗ് പോസിബിൾ ആവണമെങ്കിൽ ആദ്യം സൗണ്ട് വേവ്സ് ഉണ്ടാവണം. സൗണ്ട് വേവ്സ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോഴുള്ള സൗണ്ട്, അപ്പൊ അങ്ങനെ സൗണ്ടിന്റെ വേവ്സ് ഉണ്ടാവും. ഈ സൗണ്ട് വേവ്സ് നമ്മുടെ എങ്ങോട്ട് എൻ്റർ ചെയ്യും നമ്മൾ പറഞ്ഞിരുന്നു? പിന്നായിലേക്ക് അല്ലേ? പിന്നെ ഈ സൗണ്ട് വേവ്സിനെ റിസീവ് ചെയ്യും. പിന്നെ റിസീവ് ദ സൗണ്ട് വേവ്സ് ഫ്രം ഔട്ട്സൈഡ്. And this pinna
carries the sound waves to the auditory canal. പഠിച്ചിരുന്നു. And the auditory canal carries the sound waves into the tympanum. ടിംപാനത്തിലേക്ക് കൊണ്ടുപോകും. ആൻഡ് ദ ടിംപാനം വൈബ്രേറ്റ്. അപ്പൊ ടിംപാനം കിടന്നവിടുന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ വൈബ്രേഷനെ ആരാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇയറോസിക്കിൾസ്. ഈ ഇയറോസിക്കിൾസിന്റെ വൈബ്രേഷൻ ആരാണ് ഇന്നർ ഇയറിലേക്ക് എത്തിക്കുന്നത്? ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഓവൽ വിൻഡോ. നമ്മൾ പറഞ്ഞു ഓവൽ വിൻഡോ ഇസ് എ മെംബ്രെയിൻ അറ്റാച്ച്ഡ് ടു ദ സ്റ്റേപ്പിസ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ടു ട്രാൻസ്മിറ്റ് ദ വൈബ്രേഷൻ ഓഫ് ഇയറോസിക്കിൾസ് ടു ദ ഇന്നർ ഇയർ. ഇന്നർ ഇയറിലേക്ക് കൊണ്ടുപോകുന്ന ആരാണ്? ഓവൽ വിൻഡോ. ഓവൽ വിൻഡോ വഴി എങ്ങോട്ട് എത്തും അത്? ഓവൽ വിൻഡോ കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്? കോക്ലിയ. കോക്ലിയയുടെ പാട്ടിൽ ഓവൽ വിൻഡോ. അപ്പൊ കോക്ലിയയിലേക്ക് എത്തും. കോക്ലിയയിലേക്ക് ഈ സൗണ്ട് വേവ്സ് എത്തുന്ന സമയത്ത് കോക്ലിയയിലെ മിഡിൽ ആൻഡ് ലോവർ ചേംബേഴ്സിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ബേസില മെമ്പറൈനകത്തുള്ള സെൻസറി ഹെയർ സെൽസിലേക്ക് സൗണ്ട് വേവ്സ് എത്തും. അപ്പൊ സെൻസറി ഹെയർ സെൽസ് ഓഡിറ്ററി റിസപ്റ്റർ അല്ലേ, അപ്പൊ അത് സ്റ്റിമുലേറ്റ് ആവും. സോ അപ്പൊ ഈ കോക്ലിയയിൽ നിന്നും ഇത് എങ്ങോട്ടേക്ക് എത്തും? ഇറ്റ് വിൽ റീച്ച് ടു ദ സെൻസറി ഹെയർ സെൽസ്. അപ്പൊ സെൻസറി ഹെയർ സെൽസ് എന്ന് വെച്ചാൽ ഓഡിറ്ററി റിസപ്റ്റർ ആണ്. റിസപ്റ്റർ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിഞ്ഞ ആപ്പിൽ പഠിച്ച സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. റിസപ്റ്റർ സ്റ്റിമുലേറ്റ് ആയിടാ. സ്റ്റിമുലേറ്റ് ആയി കഴിയുമ്പം ഇറ്റ് വിൽ ലീഡ് ടു ദ ജനറേഷൻ ഓഫ് ഇമ്പൾസസ്. ഇമ്പൾസ് ജനറേറ്റ് ചെയ്തു. ഈ ഇമ്പൾസ് ഓഡിറ്ററി നെർവ് വഴി it will reach to the cerebrum, which is the largest part of brain and the sense of hearing. പിന്നെ സെറിബ്രത്തിന്റെ റിഫ്ലക്സ് ആക്ഷൻ മൂലമാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായ എന്താണ് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസിൽ റിഫ്ലക്സ് ആക്ഷനും റിഫ്ലക്സ് ആർക്കൊക്കെ പഠിച്ചതാണ്. അപ്പൊ ഇനിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ചാപ്റ്ററിലോട്ടങ്ങ് പോവാം. So how does the hearing is possible through cochlea and auditory nerve? Cochlea auditory nerve ഉപയോഗിച്ച് hearing എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? First the sound waves will reach the pinna and the pinna receive it to the auditory canal and the auditory canal transmit the sound wave into tympanum and thus the tympanum vibrate. And this vibration of tympanum is amplified by the earosicles and the vibration of earosicles is transmitted by the oval window. And from the oval window, the sound waves will reach the cochlea. In the cochlea, in the organ of Corti, the sensory hair cells which act as auditory receptor get stimulated. This stimulation leads to the generation of impulses, and this impulses is transmitted to the auditory nerve. Auditory nerve, and it will reach the cerebrum, which is the largest part of the brain. And due to the reflex action of cerebrum, we can feel the sense of hearing. Thus the hearing is possible in our body. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. സോ ആദ്യം സൗണ്ട് വേവ്സ് ഉണ്ടാവും. സൗണ്ട് വേവ്സ് പിന്നെ വഴി ഓഡിറ്ററി കനാൽ വഴി ടിംപാനത്തിലേക്ക് എത്തും. സോ ടിംപാനം വിൽ വൈബ്രേറ്റ് ചെയ്യും. ഈ ടിംപാനത്തിന്റെ വൈബ്രേഷൻ ഇയറോസിക്കിൾസ് ആംപ്ലിഫൈ ചെയ്യും. ഈ ഇയറോസിക്കിൾസ് ആംപ്ലിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന വൈബ്രേഷൻ ഓവൽ വിൻഡോ കോക്ലിയയിലേക്ക് എത്തിക്കും. അപ്പൊ കോക്ലിയക്കകത്തുള്ള ബേസില മെമ്പറൈൻ, അതായത് ഓർഗൻ ഓഫ് കോർട്ടിലെ ബേസില മെമ്പറിനകത്തുള്ള സെൻസറി ഹെയർ സെൽസ് ഓഡിറ്ററി റിസപ്റ്റർ ആയതുകൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ സ്റ്റിമുലേഷൻ വിൽ ലീഡ് ടു ദ ജനറേഷൻ ഓഫ് ഇമ്പൾസസ്. ഈ സ്റ്റിമുലേഷൻ കാരണം ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ഈ ഇമ്പൾസ് ഓഡിറ്ററി നെർവ് സെറിബ്രത്തിലേക്ക് എത്തും, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ. അപ്പൊ സെറിബ്രത്തിന്റെ റിഫ്ലക്സ് ആക്ഷൻ കാരണം നമുക്ക് എന്ത് സംഭവിക്കും? വി ക്യാൻ ഫീൽ ദ സെൻസ് ഓഫ് ഹിയറിംഗ്. ദിസ് ഇസ് ഹൗ ദ ഹിയറിംഗ് ഈസ് പോസിബിൾ. ഇങ്ങനെയാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക്, അപ്പോൾ ആ ഒരു ടോപ്പിക് തീർന്നു. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബോഡി. ഹൗ ഡസ് ദ ഹിയർ ബാലൻസ് ഓഫ് ദ ബോഡി ഈസ് മെയിൻറ്റെയിൻഡ്. ഇയർ ആൻഡ് ബോഡി ബാലൻസിംഗ് എന്ന നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. നമ്മൾ ഹിയറിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു കോക്ലിയായ ഓഡിറ്ററി നെർവുമാണ് നമ്മുടെ ഹിയറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ ഇയർ ബാലൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ആരൊക്കെയാണ്? നമ്മുടെ സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂളും വെസ്റ്റിബുലാർ നെർവുമാണ്. സോ ഹൗ ഡസ് ദ സെമി സർക്കുലർ കനാൽ, വെസ്റ്റിബ്യൂൾ, വെസ്റ്റിബുലാർ നെർവ് ഹെൽപ്സ് ഇൻ ദ ഇയർ ആൻഡ് ബോഡി ബാലൻസിങ്. അപ്പം അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്, ഇയർ ആൻഡ് ബോഡി ബാലൻസിങ്. അപ്പൊ ഇയർ ആൻഡ് ബോഡി ബാലൻസിന് വേണ്ടിയിട്ട് how does the ear balance of the body is maintained? Through the movement of head. അതായത് നമുക്കറിയാം നമ്മുടെ ചെവി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയുമായിട്ട് ഹെഡുമായിട്ട് ലൊക്കേറ്റഡ് ആണ്. അപ്പം നമ്മുടെ ചെവിയുടെ മൂവ്മെന്റ് അനുസരിച്ച് ഇത് മൂവ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓടി ചാടി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെഡ് മൂവ് ചെയ്യും അല്ലേ?
ഇപ്പൊ നമ്മൾ നടക്കുക, നമ്മൾ കൈ വീശി നടന്നില്ലേ പോലും നമ്മുടെ കൈ ജസ്റ്റ് ഒരു മൂവ്മെന്റെങ്കിലും അങ്ങനെ ഉണ്ടാവും അല്ലെ. അപ്പോ എന്താണ് നമ്മുടെ ബോഡി ആക്ടിവിറ്റീസിൽ ഏതൊരു ബോഡി ആക്ടിവിറ്റീസിൽ നമ്മൾ എൻഗേജ്ഡ് ആയാലും നമ്മുടെ ഹെഡിന് മൂവ്മെന്റ് ഉണ്ട്. ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ ഹെഡ് കിടന്ന് മൂവ് ചെയ്യാണ്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടല്ല അങ്ങനെ മൂവ് ചെയ്യുന്നത്, ഓൾറെഡി നമ്മുടെ ഒരു ബ്രെയിനിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. സോ അപ്പൊ നമ്മുടെ ഏതൊരു ബോഡി ആക്ടിവിറ്റി നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും മൂവ്മെന്റ് ഓഫ് ഹെഡ് നടന്നിരിക്കും. അങ്ങനെ ഈ മൂവ്മെന്റ് ഓഫ് ഹെഡ്, ഈ ഹെഡ് മൂവ്മെന്റ് കാരണം നമ്മുടെ ഹെഡ്, നമ്മുടെ സ്കള്ളിനകത്തുള്ള ബോണി ലേബറിന്റിനകത്തുള്ള മെമ്പറൈനസ് ലേബറിന്റെ ഇടക്കുള്ള ഇന്റേണൽ ഇയറിന്റെ മെമ്പറൈനസ് ലേബറിന്റെ ഇടക്കുള്ള എൻഡോലിംബ്, അറിയാലോ, ഫ്ലൂയിഡ് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അപ്പൊ ഈ എൻഡോലിംബിന് മൂവ്മെന്റ് ഉണ്ടാവും. സോ മൂവ്മെന്റ് ഓഫ് എൻഡോലിംബ്. ഇങ്ങനെ എൻഡോലിംബ് മൂവ് ചെയ്യുന്ന സമയത്ത് ഓർഗൻ ഓഫ് കോർട്ടിയിലെ സെൻസറി ഹെയർ സെൽസ് സ്റ്റിമുലേറ്റ് ആകും. അപ്പം ഈ മൂവ് ചെയ്യുന്നത് സെൻസറി ഹെയർ സെൽസിലേക്ക് എത്തും. സെൻസറി ഹെയർ സെല്ല് സ്റ്റിമുലേറ്റ് ആവും. സ്റ്റിമുലേറ്റ് ആയിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? സ്റ്റിമുലേറ്റ് ആയിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ്സ് ടു ദ ജനറേഷൻ ഓഫ് ഇമ്പൾസസ്. ഇമ്പൾസ് ജനറേറ്റ് ആകും. ദിസ് ഇമ്പൾസ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ എന്താണ് വെസ്റ്റിബുലാർ നെർവ്. വെസ്റ്റിബുലാർ നെർവ് ടു ദ എവിടേക്കാ? സെറിബ്രം ആണോ? അല്ല, ഇറ്റ് വിൽ റീച്ച് ടു ദ സെറിബെല്ലം. എന്തുകൊണ്ടാ? ബാക്കി എല്ലാ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ കണ്ണ് പറഞ്ഞപ്പോൾ സെറിബ്രം പറഞ്ഞു, ഇയർ പറഞ്ഞപ്പോൾ സെറിബ്രം പറഞ്ഞു, എല്ലാവർക്കും സെറിബ്രം പറഞ്ഞു. പക്ഷേ ബോഡി ബാലൻസിന്റെ കാര്യത്തിൽ മാത്രം നമ്മൾ സെറിബ്രത്തിന് എടുക്കാത്തതിന്റെ കാരണം എന്താ? അപ്പൊ ഈ ബോഡി ബാലൻസിങ് എത്തുന്നത് സെറിബെല്ലത്തിലേക്കാണ് കേട്ടോ. അത് തെറ്റിപ്പോകരുത്. എല്ലാത്തിലും സെറിബ്രം ആണെങ്കിലും ബോഡി ബാലൻസ് എന്ന് പറയുമ്പോൾ മാത്രം സെറിബെല്ലം, വിച്ച് ഇസ് എ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, സീൻ ആസ് ടു ഫ്ലാപ്സ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. സെറിബെല്ലത്തിൽ നിന്നാണ് നമുക്ക് ഇയർ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സെറിബെല്ലം എടുക്കാനുള്ള കാരണം എന്താ? നമ്മൾ സെറിബെല്ലത്തിനകത്ത് നമ്മുടെ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സെറിബെല്ലം, വിച്ച് ഇസ് എ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിന്റെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? ടു മെയിൻറ്റെയിൻ ദ ബോഡി ആക്ടിവിറ്റീസ് അല്ലെ. നമ്മുടെ ബോഡി ആക്ടിവിറ്റീസിനെയും മസിൽ ആക്ടിവിറ്റീസിനെയും മെയിൻറ്റെയിൻ ചെയ്ത് കോർഡിനേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇയർ ബാലൻസിനെ എന്ന് വെച്ചാൽ നമ്മളിത് ബാലൻസ്, അതായത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇറ്റ് വിൽ റീച്ച് ദ സെറിബെല്ലം. സോ ദിസ് ഇസ് എ കൺസെപ്റ്റ്. നമ്മൾ പറഞ്ഞു സെമി സർക്കുലർ കനാലും വെസ്റ്റിബുലാർ നെർവും ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ വെസ്റ്റിബ്യൂളും സെമി സർക്കുലർ കനാലും ഒന്നും കാണുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ എൻഡോലിംബ് എവിടെയാണ് ഇരിക്കുന്നത്? അതായത് ഇന്റേണൽ ഇയറിനകത്താണ്. ഇന്റേണൽ ഇയറിലെ പാർട്സ് ആണ് സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂളും. അപ്പൊ ഈ സെമി സർക്കുലർ കനാൽസിലും വെസ്റ്റിബ്യൂളിലും ഉള്ള എൻഡോലിംബിനാണ് മൂവ്മെന്റ് സംഭവിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? നമ്മുടെ ഹെഡിന് മൂവ്മെന്റ് സംഭവിക്കുമ്പോൾ സെമി സർക്കുലർ കനാൽസിലും വെസ്റ്റിബ്യൂളിലും ഉള്ള എൻഡോലിംബിനാണ് മൂവ്മെന്റ് ഓഫ് എൻഡോലിംബ് ഇൻ ദ സെമി സർക്കുലർ കനാൽ ആൻഡ് വെസ്റ്റിബ്യൂൾ. അങ്ങനെ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ the sensory hair cells which is present in the organ of cortex gets stimulated. This stimulation leads to the generation of impulses, and this impulse is transmitted to the cerebellum through the vestibular nerve. ഇത് cerebellത്തിലേക്ക് vestibular nerve വഴി പോകുന്നു. And thus the cerebellum maintains the ear and body balance of our body. അപ്പൊ ഇതാണ് ഇയറുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്. അപ്പൊ നമ്മൾ ഹിയറിംഗ് എങ്ങനെയാ പോസിബിൾ എന്ന് പറഞ്ഞു, ഇയർ ബോഡി ബാലൻസ് എങ്ങനെയാ പോസിബിൾ എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ഇയറിന്റെ ഒരു സ്ട്രക്ചർ. കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ഇതാണ് ഇയർ. അപ്പം ഇത്രയും പറഞ്ഞ ആരും എല്ലാവർക്കും മനസ്സിലാകാൻ വിചാരിക്കുന്നു. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. താങ്ക് യു.